ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായില്ലേ നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നൊന്ന് ആധികാരികമായിട്ട് സംസാരിച്ചാലോ? ചുമ്മാതാന്നേ കുറച്ച് ദിവസമായിട്ട് മൂഡ് സ്വിങ്സ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. സോ ഇന്ന് നമുക്ക് മൂഡ് സ്വിങ്സിനെ പറ്റി സംസാരിക്കാം. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്കാണ് കൂടുതൽ മൂഡ് സ്വിങ്സ് വരാന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പെൺപിള്ളേർക്കുള്ള കുറച്ച് ഹോർമോൺസ് ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് മാറ്റം കൊണ്ടാണ് ഈ മൂഡ് സ്വിങ്സ് വരുന്നത്. സാധാരണ ഹോർമോൺസിന്റെ ലെവല് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ മൂഡ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ തുടങ്ങും. ചിലപ്പോ എക്സ്ട്രീം ആയിട്ടുള്ള ഹാപ്പിനെസ് ആയിരിക്കും, ചിലപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള സാഡ്നെസ് ആയിരിക്കും, ചിലപ്പോൾ കരയാൻ തോന്നും, ചിലപ്പോൾ ചിരിക്കാൻ തോന്നും. ഇതിന്റെ ഇടയിലുള്ള മൂഡ് സ്വിങ്സും ഉണ്ട്. ഇതേ സമയത്ത് തന്നെ കുറച്ച് ഓവർ തിങ്ക് കൂടെ വന്നാലോ പിന്നെ ഒന്നും പറയണ്ട, ആ ദിവസമേ അങ്ങ് പോയി കിട്ടും. കൂടുതലും ഈ രാത്രികാലങ്ങളിലാണ് ഈ മൂഡ് സ്വിങ്സിന് അതിപ്രസരം വരുന്നത്. സമയത്ത് കരഞ്ഞു മെഴുകി മണിക്കൂറുകൾ അങ്ങ് പോയി കിട്ടും. കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഓക്കെ ആയി കിട്ടും. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ഇത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരമാണ് ഇനി വേണ്ടത്. കുറച്ച് മെഡിറ്റേഷനും യോഗയും വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിന്ന് കുറച്ച് ആശ്വാസം കിട്ടുമെന്നാണ് എന്റെ ഒരു തോട്ട്. അപ്പൊ എങ്ങനെയാ? അപ്പൊ ഇനി എക്സ്ട്രീം മൂഡ് സ്വിങ്സ് വരുമ്പോൾ അങ്ങ് അത് എക്സ്പ്രസ് ചെയ്തങ്ങ് തീർക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.